പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ മിനി പ്ലാത്തോട്ടം വീട്ടുപേര് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഇടവകയിൽ നിന്ന് വരുന്നു. 2020 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്തപ്പോഴൊന്നും എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു ഉടമ്പടി എടുത്തു പോയി, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നല്ലാതെ ഉടമ്പടിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് അത്ര പിടുത്തമില്ലായിരുന്നു. 2021 വന്നു. പക്ഷേ അന്നും കുറച്ചും കൂടി യൂട്യൂബിലൊക്കെ ഉള്ള അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടി അങ്ങനെയൊക്കെ ജീവിക്കുന്നെങ്കിലും, പക്ഷേ ധ്യാനങ്ങളൊക്കെ കൂടിയപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് കുറച്ചും കൂടിയൊക്കെ ഒരു ബോധ്യം വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2023 പിന്നെ വന്നത്. 22 കോവിഡ് ആയതുകൊണ്ട് ഞാൻ വരാൻ പറ്റിയില്ല. 23 ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ പോലും എനിക്കൊരു 12 വർഷമായി ഭയങ്കര നടുവേദനയായിരുന്നു. കിടപ്പിലൊക്കെ കിടന്നിട്ടുണ്ട് ഞാൻ. ഹോമിയോയായിട്ടും അലോപ്പതി, ആയുർവേദം ഈ വക ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് 23 കൃപാസനത്തിലേക്കുള്ള ബസ് നോക്കി നിൽക്കുമ്പോൾ പോലും എനിക്കൊരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനവിടെ ഒരു കടയിൽ കയറി ഇരിക്കുകയാണ് ചെയ്തത്. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അറിയാം അന്ന്. എന്നിട്ട് ആ ബസ് വന്ന് കയറി ഇരുന്നു. അതിനു മുമ്പ് എനിക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബസ് വന്ന് കയറിയിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഉടമ്പടി പുതുക്കാനൊന്നും നിന്നില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് വേദനയെന്ന് പറയുന്ന സാധനം ഇല്ല. ഒരു ശകലം പോലും വേദന എനിക്ക് അന്ന് മുതൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഒരു മരുന്നും 2 വർഷമായി ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. അന്ന് ഉടമ്പടി പുതുക്കി പോയി. പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ദിവ്യബലിയിൽ മുടങ്ങാതെ ഒരു 10 വർഷത്തോളമായി ഞാൻ ദിവ്യബലിയിൽ മുടങ്ങാതെ, കോവിഡ് കാലത്ത് പള്ളി അടച്ചപ്പോഴല്ലാതെ വേറെ ഒരു ദിവസം പോലും മുടങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര തലകറക്കം. ഒരു മുറ്റം അടിക്കുവോ അല്ലെങ്കിൽ ഒരു കാട് പറിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി തല കുനിക്കുമ്പോൾ ഭയങ്കര തലകറക്കവും ഛർദിയൊക്കെ ആയിരുന്നു. ആ നടുവേദന മാറിയതിൻ്റെ കൂടെ ആ ഇയർ ബാലൻസിൻ്റെ പ്രശ്നവും പൂർണ്ണമായിട്ട് മാറി. അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഞാൻ അതിനു വേണ്ടിയും. അതുപോലെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ ഒരു 10 കൊന്തയെങ്കിലും ഞാൻ ചെല്ലാത്ത ദിവസങ്ങളില്ല. 1-2 കൊന്ത കുറഞ്ഞു പോയാലും പിറ്റേ ദിവസം അത് കൂട്ടിച്ചൊല്ലി ഞാൻ തീർക്കാറുണ്ട്. പിന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് 7 കരുണക്കൊന്ത എല്ലാ ദിവസവും ചെല്ലാനായിട്ട് മാതാവ് സഹായിക്കുന്നുണ്ട്. ബൈബിൾ വായന, അതുപോലെ ഇടവക പള്ളിയിൽ രാവിലെ മുതലുള്ള ആരാധന, അതിനെല്ലാം കൂടാനായിട്ട് തമ്പുരാൻ ശക്തി തരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന അവസരങ്ങളിലൊക്കെ ഉടമ്പടി പത്രം വാങ്ങി വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് കെട്ടി ആശുപത്രിയിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഏതവസരവും ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടെയും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെന്തെങ്കിലും തെറ്റിദ്ധരിച്ച് നമ്മളെക്കുറിച്ച് പറഞ്ഞാലും അവരോടൊന്നും പറയാതെ സഹിക്കാനുള്ള ശക്തി തമ്പുരാൻ തന്നു. അവരോടൊരു വെറുപ്പോ ദേഷ്യമോ കാണിക്കാൻ എനിക്ക് സാധിക്കാറില്ല ഇപ്പോൾ. അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു. നിർത്തുന്നു. സങ്കീർത്തനം 34:6. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തകനോടൊപ്പമാണ് ഇന്ന് മിനി തോമസ് നമ്മളോട് സാക്ഷ്യം പങ്കുവച്ചത്. തനിക്ക് 12 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഇടുപ്പുവേദനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് താൻ ഉടമ്പടിയെടുത്തത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സാമീപ്യം നൽകുന്ന അമ്മ ഈ സഹോദരിയെ ചേർത്ത് പിടിക്കുകയും തൻ്റെ നീലക്കാപ്പയിൽ പൊതിയുകയും എല്ലാ സംരക്ഷണങ്ങളും ആധ്യാത്മിക നന്മകളും നൽകിയാണ് ഈ സഹോദരിയെ അമ്മ സ്വന്തമാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോയെ വളരെ കൃത്യമായി സമയാസമയങ്ങളിൽ സ്വീകരിക്കാനും ആത്മീയമായി ഈശോയെ എപ്പോഴും സന്തോഷിപ്പിക്കുവാൻ ഈശോയോട് കൂടി ആയിരിക്കുവാനുള്ള വലിയ കൃപയാണ് ഈ മകൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. താൻ ഉടമ്പടി നിബന്ധനകൾക്കപ്പുറം ഈശോയെ സ്നേഹിക്കേണ്ട ഒരു എൻലിസ്റ്റഡ്
പ്രോഗ്രാമായിട്ടാണ് എപ്പോഴും ഈ സഹോദരി ജീവിക്കുന്നത്. തനിക്കിനി ഈശോ ഇല്ലാതെ വേറൊരു ജീവിതമില്ല, എനിക്ക് അതിൽ കവിഞ്ഞൊരു സന്തോഷമില്ല എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ 2 വർഷമായിട്ട് തനിക്കുണ്ടായ ഇയർ ഇംബാലൻസ് ഈശോയ്ക്ക് സമർപ്പിച്ച് മറ്റു മരുന്നുകളിലൊന്നും ആശ്രയിക്കാതെ ഇവിടെ നിന്നുള്ള വിശുദ്ധ തൈലവും ഉപ്പും തേനുമൊക്കെ ഉപയോഗിച്ചാണ് തൻ്റെ വേദന ആ ഇംബാലൻസ് എടുത്തു മാറ്റിയതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ചെറിയ ചെറിയ വേദനകളായാലും സംഘർഷങ്ങളായാലും ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയിലേക്കാണ് ഈ മിനി തോമസ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എനിക്കെല്ലാത്തിനും പരിഹാരം പരിശുദ്ധ അമ്മയിലൂടെ യേശുവിൽ നിന്ന് ലഭിക്കുമെന്ന വചന ബദ്ധമായൊരു ജീവിതമാണ് മിനിക്കിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളത്. താൻ ഉടമ്പടിയെടുത്തപ്പോൾ തനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. പലരും ഇവിടെ വന്ന് തിരിതെളിക്കുമ്പോഴോ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോഴോ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴോ പലർക്കും പലതും മനസ്സിലാകുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ കൂടെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം തെളിഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് നമ്മോട് ജോസഫ് അച്ഛനോട് പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം ഓരോ ജീവിത ദുരന്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ സാക്ഷ്യങ്ങളിലൂടെയെല്ലാം വെളിപ്പെട്ട് വരികയാണ്. നമുക്ക് നമ്മുടെ അനുഭവങ്ങളെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും ജീവിത പ്രശ്നങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോടൊപ്പം ചേർത്ത് വയ്ക്കാം. ഈ സഹോദരിക്ക് വീണ്ടും ഒരു സാക്ഷിയാവാൻ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ വീണ്ടും അനുവദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിച്ച് നമുക്ക് വലിയൊരു കയ്യടി നൽകാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.